നമസ്കാരം. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവ് സൗരവ് രജ്പുത്തിനെ കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിറച്ച കേസിൽ അറസ്റ്റിലായ ഭാര്യ മുസ്കാൻ റസ്തഗിയും കാമുകനായ സാഹിലും ജയിലിൽ ലഹരി ആവശ്യപ്പെട്ട് സംഘർഷമുണ്ടാക്കുന്നതായി പോലീസ്. ഇരുവരും വൻതോതിൽ ലഹരിക്ക് അടിമകളാണെന്നും ലഹരി കിട്ടാത്തത് മൂലം സ്വയം മുറിവേൽപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കടുത്ത സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും ജയിൽ അധികൃതർ പറഞ്ഞു. പ്രതികൾ നിലവിൽ ജയിലിലെ ഡി അഡിഷൻ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. യുഎസിൽ നിന്ന് നാട്ടിലെത്തിയ സൗരവ് രജ്പുത്ത് എന്ന നേവി ഉദ്യോഗസ്ഥനെ ഭാര്യ മുസ്കാൻ റസ്തഗിയും കാമുകനായ സഹീലും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി ശരീരം മുറിച്ച് കഷ്ണങ്ങളാക്കി വീപ്പയിൽ നിറച്ചുവെന്നാണ് കേസ്. ഇത് പിന്നീട് കോൺക്രീറ്റ് ഇട്ട് മൂടുകയും ചെയ്തു. സൗരവ് യാത്രയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്നത്. പിന്നീടാണ് പ്രതികളിലേക്ക് എത്തിയത്. തനിക്ക് മോർഫിൽ കുത്തിവയ്പ്പുകൾ എങ്കിലും നൽകാൻ ഇവർ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം കടുത്ത ലഹരി ഉപയോക്താക്കൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ഇപ്പോൾ കഴിയുന്നത്. ലഹരി തലയ്ക്ക് പിടിച്ച അവസ്ഥ തന്നെയാണ്. അതേസമയം തനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത്. ഉറക്കവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർ പറയുന്ന ആ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഗുളിക വേണം എന്ന് തന്നെയാണ് ജയിലിൽ കിടന്ന് ഇവർ വാശി പിടിക്കുന്നത്. തനിക്ക് മോർഫിൽ വേണം എന്ന് തന്നെയാണ് മുസ്കാൻ ജയിൽ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം രക്തപരിശോധനയൊക്കെ നടത്തിയ ശേഷമാണ് ജയിലിൽ എത്തിച്ചത്. ഇതിലും ലഹരി ഉപയോഗത്തിന്റെ സൂചനകൾ തന്നെ വ്യക്തമായിരുന്നു. ഭർത്താവിനെ അതിക്രൂരമായി തന്നെയാണ് മുസ്കിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടുകാരനെയും കൂട്ടി ഭർത്താവിനെ വെട്ടിനുറുക്കി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു.